എന്നാ ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കാം. ചോദിക്കട്ടെ. പിന്നെ നീ ഒരു കച്ചറയാണെന്ന് അവർക്ക് മനസ്സിലാകരുത്. നല്ല സ്റ്റാൻഡേർഡ് വേണം. ഒരു 10 days യാത്രയ്ക്ക് സാറ് എത്ര ഡ്രസ്സസ് വരെ ക്യാരി ചെയ്യും? അപ്പൊ നമുക്ക് നമ്മൾ 10 ദിവസത്തേക്ക് അല്ലെങ്കിൽ 7 ദിവസത്തേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് പരമാവധി ഒരു 3 ജീൻസ് മതി, പരമാവധി ഒരു 7 ടീഷർട്ട് മതി. സത്യമാണോ? ലേഡീസിന് വലിയ ബാഗ്സ് വരാറുണ്ട് സാർ. ഇപ്പൊ ഞാനും ഹസ്ബൻഡും ട്രാവൽ ചെയ്യുമ്പോൾ 3 ബാഗ്സും എന്റെയാണ്. പുള്ളിക്കാം മൂന്നാമത്തേൽ ഒരു ചെറിയ സ്പേസ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. സാർ ഇപ്പൊ ഇത്രയും മിനിമൽ ആയിട്ട് വെറും ക്യാരി ഓൺ ബാഗ്സും ആയിട്ട് പോകുമ്പോൾ അല്ല, ഞാൻ യാത്ര ചെയ്യുന്ന ലഗേജ് എടുക്കാനല്ല, അതുകൊണ്ടാണ്. എപ്പോഴെങ്കിലും സന്തോഷ് സാറ് ഫ്ലൈറ്റ് മിസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഞങ്ങൾ സാധാരണ കൊച്ചിയിലേക്കുള്ള ഫ്ലൈറ്റ്സ് നിരന്തരം നമ്മൾ മിസ് ചെയ്യും. സാമാന്യ ബോധമുള്ള ഒരാൾക്ക് മിസ് ചെയ്യാറില്ല. ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. വലിയ മോളുകളിൽ നമ്മൾ പാർക്കിംഗ് ഫീ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മളൊരു സാധനം മേടിക്കുകയാണെങ്കിൽ നമുക്ക് ശരിക്കും കിട്ടേണ്ട ഒരു ഫ്രീഡം അല്ലെങ്കിൽ ഒരു റൈറ്റ് ടു ഫ്രീഡം അല്ലേ സാർ നമുക്കൊരു പാർക്കിംഗ് നമ്മുടെ വണ്ടിക്ക് കിട്ടുക എന്നുള്ളത്. പക്ഷേ എന്താ എന്റെ ഉദ്ദേശം? ഇപ്പോഴും നമ്മുടെ നാട്ടിൽ പാർക്കിങ്ങിനായിട്ട് നമ്മളൊരു മോളിൽ ചെന്നാൽ നമ്മൾ പൈസ കൊടുത്താലേ നമ്മുടെ വണ്ടി ഇടാൻ പോലും പറ്റത്തുള്ളൂ. ആ ഒരു കോണ്ടെക്സ്റ്റിൽ സാർ എന്താണ് എക്സ്പ്രസ് ചെയ്യാനുള്ളത്? ഇപ്പം ലുലുമാള് ഞാനാ നടത്തുന്നതെങ്കിൽ പാർക്കിംഗ് ഫീ മേടിക്കുകയില്ല, പകരം ആ പൈസയും കൂടെ ആ പ്രോഡക്റ്റിൽ ആഡ് ചെയ്യും. അത് താൻ എനിക്കിട്ടൊന്ന് താങ്ങിയതാണല്ലോ. തിയേറ്ററിൽ പോയി വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ അവർ പാർക്കിംഗ് ഫീസോടെ കൂടി ടിക്കറ്റ് നിരക്കല്ലേ നിങ്ങളുടെ അടുത്ത് മേടിക്കുന്നത്? ആണ് അല്ലേ? ഇത് നമുക്ക് എന്താ ഇതിന് ബോധം ഉണ്ടാവുക? നല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? മിഡ് നൈറ്റിൽ ട്രാവൽ ചെയ്യുന്ന സമയത്തുള്ള സാറിന്റെ ഫേവറേറ്റ് ട്രാവൽ സ്നാക്ക് എന്താണ്? എനിക്ക് അങ്ങനെ ഒരു പർട്ടിക്കുലർ ട്രാവൽ സ്നാക്ക് ഇല്ല. വെറുതെ നാട്ടുകാരുടെ മുമ്പ് ആണെങ്കിലാ. ഇപ്പൊ ജപ്പാനിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ കോഴിക്കോട്ട തിന്നണമെന്ന് ആഗ്രഹിച്ചിട്ട് കാര്യമില്ലല്ലോ. സാർ പാക്ക് ചെയ്യാൻ മറക്കുന്ന ഒരു കാര്യം, യാത്രകൾക്ക് ഇറങ്ങി പകുതി വഴിയിലെത്തുമ്പോഴേക്കും സാർ ഞാൻ ഇത് പാക്ക് ചെയ്തില്ലല്ലോ എന്ന് ആ ഒരു കാര്യം എന്താണ്? ഇന്നേ വരെ അങ്ങനെ ഒരു സാധനം മറന്നിട്ടില്ല ഞാൻ. ഇയാൾ ഉരുളക്കുപ്പേരി കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത് വന്നിരിക്കുകയാണ്, ഒരു തർക്കക്കാരൻ.